അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ടെല്ലർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഡിലൈൻ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് കാണിക്കാനും അതിൻ്റെ കെയർ ടിപ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ മിസ്സാവാണ്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രൗണും ഗോൾഡൻ കളറും കൂടെ ചേർന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഈ പ്ലാന്റ്സ് നമ്മൾ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് കരിഞ്ഞു പോകും. ഇതിൻ്റെ ലീവ്സ് മറ്റുള്ളവയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. തിന്നായിട്ടുള്ള ലീവ്സാണ് ഇതിനുണ്ടാവുക. പിങ്കും വൈറ്റും ഗ്രീനും ചേരുന്ന കോംബോയാണ് ഈ ലീവ്സിൽ വരുന്നത്. ബ്രൗണും ഗ്രീനും ചേരുന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഇതിൻ്റെ ലീവ്സ് ഓവർ വലിപ്പം വെക്കില്ല, ഒരു മീഡിയം സൈസിലായിരിക്കും ഉണ്ടാവുക. ഈ പ്ലാന്റിൻ്റെ ലീവ്സിൽ ഫുള്ളായിട്ട് ഗ്രീൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ ലീവ്സ് നീണ്ട ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ലീവ്സ് ഫുള്ളായിട്ട് റെഡ് കളറാണ് വരുന്നത്. ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണിത്. വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. മീഡിയം സൈസിലാണ് ഇതിൻ്റെ ലീവ്സ് ഉണ്ടാവുക, കൂടുതൽ വലിപ്പം വെക്കില്ല. ഇത് സാധാരണയായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. വെയിൽ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീവ്സ് നല്ല ബ്രൗൺ കളറാകും. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചെയ്യുന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന കളേഴ്സാണ് ഇതിൻ്റെ ലീവ്സിൽ വരുന്നത്. ഇൻഡോർ ആയിട്ട് ബോട്ടിൽസിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണിത്. ഇനി നമുക്ക് ഈ പ്ലാന്റ്സിനെ എങ്ങനെ കെയർ ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യാം. സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരിട്ടുള്ള വെയിൽ ഇതിന് ആവശ്യമില്ല. കൂടുതൽ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോകും. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ പോട്ട് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണും മണലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊക്കോപീറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വളമായിട്ട് ആട്ടിൻ കാഷ്ടോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഒക്കെ യൂസ് ചെയ്യാം. വെള്ളമൊഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി ഇതിന്. നമുക്കിത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റും. ഇതിൽ നിന്നും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളിത് വീണ്ടും കുഴിച്ചിടുക. അപ്പം നമുക്ക് ഇത് പുതിയ ചെടിയായിട്ടുണ്ടാവും. ചെടി കുറച്ച് വലുതാണെങ്കിൽ നമുക്കിത് 2-3 ഭാഗമായിട്ട് കുഴിച്ചിടാം. മുകൾ ഭാഗത്ത് ഈ ലീവ്സൊക്കെ ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മുകൾ ഭാഗത്തെ ഭാഗം മാത്രം നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകും. എത്ര ഭാഗമായിട്ടാണോ നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് കുഴിച്ചിടുക. ഇത് നമുക്ക് ബോട്ടിൽസിൽ വെള്ളം നിറച്ചിട്ടൊക്കെ വെക്കാം, അപ്പോൾ വേര് വരും.
വീക്ക്ലി നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ വേര് വന്നതിന് ശേഷം നമ്മളിത് കുഴിച്ചിടുക. ഇതിനധികം കീടനാശിനി വരുന്ന ഒന്നും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ലായനി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോഡിലൈൻ പ്ലാന്റ് കയ്യിലുള്ളവരൊക്കെ ഇതിനെങ്ങനെയൊക്കെ കെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.